നമസ്കാരം. നമുക്കിന്ന് നാഭീവസ്തി എന്ന ചികിത്സയെ പറ്റി നോക്കാം. നാഭി എന്ന പ്രദേശം നേവൽ റീജിയനാണ്. അവിടെ ആയുർവേദ ശാസ്ത്രപ്രകാരം 3 പ്രധാനപ്പെട്ട മർമ്മങ്ങളിൽ ഒരു മർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. അതുപോലെ 72,000 നാഡികളുടെ സംയോജന സ്ഥലമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6 ചക്രങ്ങൾ പറയുന്നിടത്ത് മണിപൂരക ചക്രം എന്ന് പറയുന്ന ചക്രം ഈ നാഭി അല്ലെങ്കിൽ നേവൽ റീജിയനിലാണ് വരുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഒട്ടനവധി പ്രാധാന്യമുള്ളൊരു ഏരിയയാണ് ഈ പറയുന്ന നാഭി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ ഉഴുന്നുമാവ് കൊണ്ടൊരു തടം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ ഉചിതമായ എണ്ണ ഒഴിച്ച് ഏകദേശം 15 മുതൽ 30 മിനിറ്റ് വരെ നിർത്തുന്നതിനാണ് ഈ നാഭീവസ്തി എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസിനും ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റ് വളരെ നല്ലതാണ്. ഗ്യാസ് ട്രബിൾ, ബ്ലോട്ടിങ് എന്നൊക്കെ പറയും. എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് വല്ലാതെ വീർത്ത് വരുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട് ചില പേഷ്യൻസിന്. അതുപോലെ തന്നെ കുറച്ച് എരിവുള്ളതും അല്ലെങ്കിൽ കുറച്ച് ആ രീതിയിലുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വല്ലാതെ നെഞ്ചെരിച്ചിലും നെഞ്ച് ഇങ്ങനെ പുളിച്ചു തേട്ടലും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ദഹനത്തിന് സഹായിക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസസിൻ്റെ അമിതമായ പ്രവർത്തനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെല്ലാം നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ഈ പറയുന്ന നാഭീവസ്തി കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ബവൽ മൂവ്മെൻറ്റ്സ് ഇത് കറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് വളരെ കാലമായി നിൽക്കുന്ന കോൺസ്റ്റിപ്പേഷൻ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില പേഷ്യൻസിന് ഈ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് വെച്ചാൽ കുറച്ചെന്തെങ്കിലും ആഹാരം കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് പോകാൻ തോന്നുന്ന ഒരവസ്ഥ. ഒരുപാട് പേർക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. അതൊരു മൈൻഡ് റിലേറ്റഡ് ഇഷ്യൂ കൂടിയാണ്. എന്നിരുന്നാലും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് അതിനെയും കാണുന്നുണ്ട്. പിന്നെ നമുക്കറിയാം കൂടുതൽ ഈ ഗ്യാസ് ട്രബിളും ഈ ആസിഡിറ്റിയും പോലുള്ള പുളിച്ചു തേട്ടലും ഈ വിഷയങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത് ഈ കൂടുതൽ സ്ട്രെസ്സും ടെൻഷനും ഉറക്കക്കുറവൊക്കെ കൂടുതലായിട്ടുള്ളവർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ഷൻ നേരെ ബ്രെയിനിലും കൂടി ആക്ടിവിറ്റി നടക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന് നല്ലൊരു പൂർണ്ണ ആരോഗ്യത്തോട് നല്ലൊരു ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രാധാന്യം.